സ്വാഗതം. പ്രഭാത ടാരോ കാർഡുകളിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് തരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് താങ്കളുടെ കറണ്ട് എനർജിയാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇന്ന് താങ്കൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം, പ്രതിസന്ധി അല്ലെങ്കിൽ നല്ല കാര്യം എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ള ഈ കാർഡും എന്ത് ഔട്ട്കം നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള ഈ കാർഡും പറയും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ഊർജ്ജമാണ് നമ്മളിന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വന്നിരിക്കുന്നത് ടവർ എന്ന് പറയുന്ന ഊർജ്ജമാണ്. ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് കേൾക്കുന്നൊരു തിരിച്ചടി എന്ന് കരകയറുന്ന ഒരു കാർഡാണ്. ശരിക്കും ടവർ രണ്ട് രീതിക്ക് വരും. ഒന്ന് അപ്രതീക്ഷിതമായിട്ട് കേൾക്കുന്ന തിരിച്ചടി എന്നുള്ളത്. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ തിരിച്ചടി കിട്ടിയിട്ട് കയറുന്നൊരു കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു തിരിച്ചുവരവിൻ്റെ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇന്നത്തെ ഊർജ്ജം എന്ന് പറയുന്നത്. ഇതിൽ നമുക്കിനി എന്താണ് തടസ്സമോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വരുന്നത് ചോദിച്ചപ്പോൾ 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ധനത്തിൻ്റെ കാർഡാണ്. 2 എന്ന് പറയുന്നത് നമ്മൾ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഒരാളുടെ കയ്യിൽ നമുക്കറിയാം കത്തിയുണ്ട്, മറ്റേ കയ്യിൽ കോടാലിയുണ്ട്. എന്ത് വെച്ച് പണിയെടുക്കണം എന്നറിയാതെ നിൽക്കുന്ന ഒരാളാണ്. എപ്പോഴും 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ബാലൻസ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മൾ ഇത് ക്രോസ് ആയിട്ട് വരുമ്പോൾ നാം മനസ്സിലാക്കുന്നത് വെച്ചാൽ ധനപരമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യമാണ്. എന്താണ് ഇന്നത്തെ കീ ഫാക്ടർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേൾഡ് എന്ന് പറയുന്ന കാർഡാണെന്നുള്ളത്. വേൾഡ് എന്ന് പറയുന്ന പരിസമാപ്തിയുടെ കാർഡാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, കുറേ കാലമായിട്ട് നീട്ടി വയ്ക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണം, പരമാവധി ഇത് ഫിനിഷ് ചെയ്യാൻ നോക്കണം എന്നുള്ളതാണ്. ഇപ്പോഴും വേൾഡ് ഒരു പോസിറ്റീവ് നമുക്കൊരു എൻഡിൻ്റെ കാർഡാണ്. എന്തിനാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യേണ്ടത് ചോദിച്ചാൽ 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്ന എനർജിയിലാണ്. അപ്പോൾ ഇന്ന് എന്ത് തന്നെ പ്രതിസന്ധികൾ വന്നാലും തടസ്സങ്ങൾ വന്നാലും നമ്മളോട് പറയുന്നത് സ്വന്തം കാലിൽ നമുക്ക് നിൽക്കുക എന്നുള്ള രീതിക്കാണ്. അപ്പോൾ സ്വന്തം കാലിൽ നമുക്ക് നിൽക്കണമെങ്കിൽ നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം? അനാവശ്യമായിട്ട് കാശ് ചിലവാക്കാൻ പാടില്ല. എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് ചിലവാക്കുക. ആരെങ്കിലും കാശ് കടം ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം കൊടുക്കാതിരിക്കുക. കാശ് വല്ലവർക്കും കടം കിട്ടാനുണ്ടെങ്കിൽ അത് ചോദിക്കാൻ നോക്കുക. അങ്ങനെ ക്രിയേറ്റീവായിട്ട് ധനപരമായിട്ട് എന്തെങ്കിലും എന്നൊക്കെ നടക്കുമെങ്കിൽ അത് ചെയ്യുമെന്നാണ് ഇന്ന് യൂണിവേഴ്സ് താങ്കളോട് പറയുന്നത്. അപ്പോൾ ഇന്ന് കരകയറേണ്ട ഒരു ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.